ബാലതേ ദാ വരുന്നു. ഫാൻ എന്നിട്ട് എന്താ മുഖത്തൊരു വിഷമം? ഞാൻ ആ പറഞ്ഞ വഴിക്കേ നമ്മുടെ ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടറെ ഒന്ന് കണ്ട് അങ്ങേർക്ക് ചെയ്ത പണിയുടെ പൈസ തീർത്തു കൊടുക്കാതെ ഇനി അങ്ങേര കോമ്പൗണ്ടിൽ കയറൂല എന്ന് പറഞ്ഞ് പണിസാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി. ഏതാണ്ട് പണി നിലച്ചു. ഇനി എന്നെ കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നോട് ഞാൻ എന്ത് സമാധാനം പറയുമെന്നാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങൾ എന്നോട് എന്ത് സമാധാനം വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ എനിക്കിനി ഇവിടെ വയ്യ. എനിക്ക് ഇവിടുന്ന് ഒരു മോചനമില്ലേ. ഒരു വാടക വീട്ടില് എന്നെ അനിയനെയും അമ്മയും കൂടെ ആക്കിയിട്ട് അച്ഛനങ്ങ് പോയി. എനിക്ക് പ്രാപ്തിയാവുന്നതിന് മുമ്പ് അമ്മയും പോയി. പിന്നെ അനിയനെ പഠിപ്പിച്ച് ഈ വീടുണ്ടാക്കി അവനൊരു കല്യാണം കഴിപ്പിച്ചു, 2 കല്യാണം കഴിപ്പിച്ചു, മോളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആ വീടുണ്ടാക്കിയത്. ഇതിപ്പോ അവസാന ഘട്ടത്തിലാണ്. ഞാൻ ഇതേപോലെ ഒരു വീട് ഇത്ര ആക്കിയെടുത്തില്ലേ. ഇതൊക്കെ നിനക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നും അല്ലല്ലോ. എന്നാലും പറയുമ്പോ ഒരു മനസമാധാനം. അങ്ങനെ പറഞ്ഞെന്ന് കരുതിയാ മതി. നീ ആരെന്ത് ചോദിച്ചാലും മാവേലിയെ പോലെ എടുത്ത് കൊടുത്തു. പിന്നെ മാവേലിയെ ചവിട്ടി താഴ്ത്തിയതുപോലെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. പക്ഷെ അതൊക്കെ ഇവിടെ പിള്ളേര് ഹണിമൂണിനൊക്കെ പോയോ? കണ്ടില്ല ഇവിടെ. അവര് ഹണിമൂണിനൊന്നും പോയില്ല. അവളുടെ അനിയൻ എന്തോ ആക്സിഡന്റ് ആയെന്നോ ഹോസ്പിറ്റലിലാണെന്നോ എന്നൊക്കെ പറയുന്ന കേട്ട് അവൾ അവനെ വിളിച്ചോണ്ട് പോയി. എന്തരോ എന്താ. രവീന്ദ്രൻ വിളിച്ചിരുന്നു. ഫോണിൽ എന്താണെന്ന് ചോദിച്ചിട്ട് നേരിട്ട് കണ്ടു പറയേണ്ട കാര്യമാണ്. എന്തോ സീരിയസ് ആണ്. ഇനി എന്താണ് പൊല്ലാപ്പെന്ന് അറിഞ്ഞുകൂടാ. രവീന്ദ്ര വാ. കേറി വാ ചേട്ടാ ഇരിക്കേ. രവീന്ദ്ര സുധാരം. ഏടാ, ഞാൻ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉത്തരവാദിത്തം ആയിരുന്നില്ല. ഒന്നിനു പുറകെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയോ എന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ നിനക്ക്? എന്ത് പ്രശ്നമാണ്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞ പല ഒരു എന്തോ ഒരു വളരെ പ്രശ്നങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് ആരെയെങ്കിലും കണ്ടൊന്ന് അന്വേഷിച്ച് അറിഞ്ഞാലോ? നീ എന്ത് ജോത്സ്യരെ കാണാനാണ്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് ശരിയാ ചേട്ടാ, ഞാനും പറയണമെന്ന് വിചാരിച്ചത്. എന്തോ ഒരു മനസമാധാനം, അതെ എന്തോ തടസ്സങ്ങളൊക്കെ ആയിട്ട് പൈസയാണെങ്കിൽ പോകുന്നതിന് ഒരു വഴിയില്ല. വീടിന്റെ പണിയും മുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചേട്ടൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. ചേട്ടൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറ, നമുക്കൊന്ന് പോയി കണ്ടാലോ? ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുബ്രഹ്മണ്യം പോറ്റി. അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അപ്പം ചോദിച്ചിട്ട് ഒരു ദിവസം നിശ്ചയിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. പോരെ? അതാണ് അതിനെ വച്ച് താമസിക്കണ്ട. നീ ഒന്ന് വിളിച്ചു നോക്ക്. പറ്റുമെങ്കിൽ സൗകര്യം എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്നിങ്ങ് വരാൻ പറ. ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോൾ നോക്കണം. ഞാനങ്ങനെ വീടുകളിൽ പോയൊന്നും പ്രശ്നം നോക്കാറില്ല. പിന്നെ രവീന്ദ്രൻ പ്രത്യേകം നിർബന്ധിച്ചിട്ട് മാത്രമാണ് ഇവിടെ വന്നത്. പ്രശ്നമാണല്ലോ. മേഡം രാശിയിൽ ശനി
സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നത്. ഒരു മൃത്യു വരെ സംഭവിക്കാം. എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളുണ്ടോ എന്നൊന്ന് നോക്കിയേ തിരുമേനി. വിഘ്നേശ്വര, വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരണേ. ഈ ഇടയ്ക്ക് ഈ വീട്ടിൽ മംഗളകർമ്മങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? തിരുമേനി നടന്നിട്ടുണ്ട്. അനുജന്റെ വിവാഹം അടുത്ത ദിവസമാണ് നടന്നത്. പോലീസ് കേസ്, മാനഹാനി, ധനനഷ്ടം, പിന്നെ പല പല കാര്യങ്ങളും നടക്കാം. എല്ലാം ഭഗവാൻ നോക്കിക്കോളും. തൊട്ടടുത്ത് ഏത് അമ്പലമുള്ളേ? തൊട്ടടുത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ശരി, എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ഒരു മൃത്യുഞ്ജയ ഹോമവും ശിവനൊരു ധാരയും, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മൃത്യുഞ്ജയ ഹോമത്തിന് ഉള്ള ഏർപ്പാട് ചെയ്യുക. ആയിക്കോട്ടെ തിരുമേനി, ഇന്ന് തന്നെ നോക്കാം. ഞാനൊരു കുറിപ്പ് തരാം, അത് നോക്കിയുള്ള പരിഹാര കർമ്മങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. ശരി തിരുമേനി. സ്വാമി, കുടിക്കാൻ എന്തെങ്കിലും? പിന്നീടാകാം തിരുമേനി, അത് കയ്യിൽ വെച്ചോളൂ. കാര്യങ്ങളെല്ലാം ശുഭമായി നടക്കട്ടെ.